പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പാം. പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതയാൽ താരയിൽ ദിവ്യകാരുണ്യ ഈശോ എഴുന്നള്ളിരിക്കുന്ന സമയമാണ്. മോനെ, നിന്റെ സങ്കടങ്ങളെ, നിന്റെ വേദനകളെ, നിന്റെ സ്വകാര്യ ദുഃഖങ്ങളെ, നീ ആയിരിക്കുന്ന ജീവിതാവസ്ഥകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് ഇതായാൽ താരയിൽ ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ്. നിന്റെ വിഷമങ്ങൾ കേൾക്കാൻ നിനക്കൊരാളുണ്ട്. നിന്റെ സങ്കടങ്ങൾ കാണാൻ നിനക്കൊരു ദൈവമുണ്ട്. ആ കർത്താവിത നിന്റെ കൺമുമ്പിൽ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ്. ഹൃദയപരമാർത്ഥതയോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഹൃദയപരമാർത്ഥതയോടെ കർത്താവിനെ വിളിക്കാം. ഹൃദയം നുറുങ്ങുന്ന അനുഭവത്തിലൂടെ പ്രാർത്ഥിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിലൊക്കെ നിന്റെ വലിയ കാരുണ്യം വെളിപ്പെടുത്തണമേ എന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. വല്ലാത്ത പ്രതിസന്ധികളുടെയും സങ്കടങ്ങളുടെയും ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങളുടെയും നടുവിലൂടെ ജീവിതം വല്ലാതെ ഭാരമായി കൊണ്ടു നടക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. പ്രാർത്ഥിക്കാൻ പറ്റാതെ പോകുന്നവര്, ഹൃദയം തുറന്ന് ദൈവമേ എന്നൊന്ന് വിളിക്കാൻ പറ്റാത്തവര്, സങ്കടങ്ങളുടെ, ദുഃഖത്തിന്റെ, നിരാശയുടെ ഒക്കെ അനുഭവം പേറി ജീവിക്കുന്ന മക്കള് ഒരുപക്ഷെ ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ടാകും. മോളെ, നിന്റെ സങ്കടങ്ങൾക്ക് കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് ആശ്വാസം തരട്ടെ. മോനെ, നിന്റെ വേദനകൾക്ക്, നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾക്ക് തമ്പുരാന്റെ ശക്തമായ സാന്നിധ്യം നിനക്ക് സൗഖ്യം തരട്ടെ. ഇന്നത്തെ ഈ ആരാധനയിൽ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായിട്ട് ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന, യുദ്ധഭീഷണിയുടെയും യുദ്ധത്തിന്റെയും നടുവിൽ അസ്വസ്ഥതകളും വേദനകളും ഞെരുക്കങ്ങളും ഒക്കെ കഴിയുന്ന മക്കളുണ്ട്. അവരെ നമ്മുടെ സഹോദരങ്ങളാണ് വേദനിക്കുന്നത്. അവരെ ചേർത്ത് നിർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ട് പറ്റാതെ കുടുങ്ങിക്കിടക്കുന്ന മക്കളുണ്ട്. പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ഇസ്രായേലില്, സൗദിയില്, ദുബായ്, അബുദാബി പോലുള്ള സ്ഥലങ്ങളില്, ഖത്തർ പോലുള്ള ഇടങ്ങളിലൊക്കെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നവര്, നാട്ടിലേക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾക്കൊക്കെ വരാൻ ആഗ്രഹിച്ചിട്ട് അതെല്ലാം മുടങ്ങിപ്പോയവര്, അതിന്റെ ഭാരം പേറുന്നവര്, വേണ്ടപ്പെട്ടവരെയും കുടുംബാംഗങ്ങളൊക്കെ കാണാൻ ആഗ്രഹിച്ച് ഒത്തിരി നാളുകളുടെ കാത്തിരിപ്പ് അത് വിഫലമായി പോയതിന്റെ നൊമ്പരം പേറി കഴിയുന്നവരൊക്കെ ഉണ്ട്. അവർക്കെല്ലാം വേണ്ടി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം യുദ്ധം കാരണം സാധാരണ മനുഷ്യന്റെ ജീവിതം വല്ലാതെ ആശങ്കയിലാണ്, അസ്വസ്ഥതയിലാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കർത്താവെ നിന്റെ കാരുണ്യത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ യുദ്ധങ്ങൾ ഒഴിവായി സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാൻ വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ഈ കലഹങ്ങള്, യുദ്ധങ്ങള് അതൊന്നും ആർക്കും ഒരു നന്മയും വരുത്തുന്നതല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളുടെ അവസ്ഥകളെ, അന്തരീക്ഷത്തെ ഒക്കെ സമർപ്പിക്കുന്നു. നിരന്തരം കലഹമുള്ള കുടുംബങ്ങളുണ്ട്. നിരന്തരം അസമാധാനം പേറുന്ന കുടുംബങ്ങളുണ്ട്. എപ്പോഴും അസ്വസ്ഥതയിലും തകർച്ചയിലും ഭിന്നതയിലും ഒക്കെ കഴിയുന്ന കുടുംബങ്ങളുണ്ട്. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്റെ സമാധാനം പുനഃസ്ഥാപിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഭിന്നതയുടെയും കലഹത്തിന്റെയും അരൂപി വിട്ടുപോകാൻ കർത്താവെ ഞങ്ങളിപ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്റെ കാരുണ്യം നിറയട്ടെ, നിന്റെ സമാധാനം നിറയട്ടെ. നിന്റെ ശക്തമായ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ. ഭവനത്തിന്റെ അന്തരീക്ഷത്തൊക്കെ വിശുദ്ധീകരിക്കണമേ എന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൗരോഹിത്യത്തിൽ അങ്ങ് എനിക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് എളിമയോടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുടുംബങ്ങളിലേക്ക് ദൈവിക സമാധാനം കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പരം ഭിന്നിച്ചും കലഹിച്ചും കഴിയുന്ന കുടുംബങ്ങൾ
ആ കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങൾ, ആ കുടുംബത്തിൽ വസിക്കുന്നവര്, അവരുടെ മേൽ വ്യാപരിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ രക്തം കൊണ്ട് ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങൾ കഴുകപ്പെടട്ടെ. ഞങ്ങളുടെ ബന്ധങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും അന്തരീക്ഷം ഞങ്ങളുടെ കുടുംബങ്ങളിൽ പുനഃസ്ഥാപിക്കപ്പെടട്ടെ എന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ആയിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ ഉയർത്തി ദിവ്യകാരണത്തിലേക്ക് നോക്കി കർത്താവിനെ കണ്ട് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയാൻ, സന്തോഷം നിറയാൻ, ദൈവസ്നേഹം നിറയാൻ, കർത്താവിന്റെ കരുണ ഒഴുകാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവെ, കരുണ കാണിക്കണമേ. ഈ കുടുംബങ്ങളോട് കരുണ കാണിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ദേശത്തോട് കരുണ കാണിക്കണം. കർത്താവെ, ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുമൂലം വേദനിക്കുന്ന എല്ലാ മക്കളിലേക്കും കർത്താവിന്റെ ശക്തമായ സാന്നിധ്യം, കർത്താവിന്റെ ശക്തമായ സ്നേഹത്തിന്റെ അനുഭവം ഈ മക്കൾക്കെല്ലാം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സമാധാനം നൽകണമേ, സ്വസ്ഥത നൽകണമേ. എല്ലാ ഭയത്തിൽ നിന്നും, ആശങ്കകളിൽ നിന്നും, ആകുലതകളിൽ, നിരാശകളിൽ നിന്നും കർത്താവ് ഈ മക്കളെ നീ വിട്ടുവീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം.